നമസ്കാരം. കെ.ടി. ജലീൽ ഇന്ന് അദ്ദേഹത്തിന്റെ FB-യിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് CPIM-ൽ മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് ആ കുറിപ്പ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇനിയുള്ള കാലം അവർ CPIM-ലാണ് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള ആ കുറിപ്പ് മുഴുവനായിട്ട് വായിച്ച് കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം വേണ്ടിവരും. ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോകാം. മതാചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസിക്ക് CPIM-ൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ലെന്നും അത്തരക്കാർ മതത്തിൽ നിന്ന് പുറത്താണെന്നുമുള്ള വാദമുയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിൽ നിന്ന് ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ വിശ്വാസികളെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ അതത് വിഭാഗങ്ങളിലെ വർഗീയ വിഷം ചീറ്റുന്നവർ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന അത്യന്തം അപകടകരമായ അവസ്ഥ കാണാതിരുന്നുകൂടാ. ലോകത്തുള്ള എല്ലാ വർഗീയ, ജാതീയ, സങ്കുചിത ശക്തികളും ഒരുമിക്കുന്ന ഏക ബിന്ദു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ക്ഷയിപ്പിക്കുക എന്നിടത്താണ്. അതിനെതിരായ ശക്തമായ പ്രതിരോധവും കൂടിയാണ് CPIM-ൽ അംഗത്വമെടുക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം. ഒരാൾക്ക് നല്ല വിശ്വാസിയും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമാകാൻ കഴിയുമെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച പലരുമുണ്ട്. ലോക മുതലാളിത്തത്തിനെതിരെ ഇറാനും ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ആരെയാണ് ആവേശം കൊള്ളിക്കാത്തത്? ലോക ഫാസിസത്തിനെതിരായി കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളും ഒരുമിച്ച് എടുത്തുയർത്തിയിരിക്കുന്ന ഐക്യനിര എല്ലാ മുൻധാരണകളെയും കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലും സമാന വേദികൾ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. മതങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും പവിത്രത ജീവിതത്തിൽ പകർത്താതെ അവയെ ചൂഷണോപാധിയാക്കി സാധാരണ ജനങ്ങളെ പറ്റിച്ച് ധനസമ്പാദനം നടത്തുകയും അധികാരം കൈയാളുകയും ആഡംബരത്തിൽ ആറാടുകയും ചെയ്യുന്ന വിദ്വേഷ പ്രചാരകരോടുള്ള വിയോജിപ്പ് കൂടിയാണ് എന്റെയും സഹധർമ്മിണിയുടെയും പാർട്ടി പ്രവേശം. ഇതാണ് കെ.ടി. ജലീൽ അദ്ദേഹത്തിന്റെ FB-യിൽ കുറിച്ച വലിയൊരു കുറിപ്പാണ്. ആ കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതായത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെ കമ്മ്യൂണിസ്റ്റുകാർ അടുപ്പിക്കാറില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർക്ക് അംഗത്വം എടുക്കാൻ കഴിയില്ല എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്ഷയിപ്പിക്കുക എന്നതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞാനും ഭാര്യയും കമ്മ്യൂണിസ്റ്റുകാരായി മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു എന്നാണ് കെ.ടി. ജലീൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് എതിർപ്പൊന്നുമില്ല, വിരോധമൊന്നുമില്ല. അതേസമയം നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വാക്കുകൾ, ചില പരാമർശങ്ങൾ, ചില പ്രവൃത്തികൾ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അകലാൻ പലരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം കെ.ടി. ജലീൽ സാഹിബ് ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തായാലും ആ വിഷയം ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നില്ല. പിന്നെ പറഞ്ഞു, ഇവിടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാം എന്ന് ജലീൽ സാഹിബ് പറഞ്ഞു. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അങ്ങനെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നാൽ അവരുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ജലീൽ സാഹിബിനോട് ചോദിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം പാർട്ടിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ തന്നെ നേരത്തെ MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, 10 വർഷത്തോളം മുഖ്യമന്ത്രി ആയിട്ടിരുന്നു. ഈ സഖാവ് പിണറായി വിജയൻ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ കെ.ടി. ജലീൽ സാഹിബ് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതാണ്. അതുപോലെ തന്നെ CPIM-ന്റെ പ്രധാനപ്പെട്ട മറ്റൊരു മുഖമാണ് A. വിജയരാഘവന്റേത്. അദ്ദേഹം ഏതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ? ഒരിക്കലും അതിനുള്ള ഒരു സാധ്യതയില്ല. അതുപോലെ ഇവിടെ A.K. ബാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന, വെട്ടിത്തുറന്ന് പറയുന്ന നേതാവാണ് A.K. ബാലൻ. A.K. ബാലൻ ഏതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ T.P. രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, CPIM-ന്റെ നേതാവാണ്. അദ്ദേഹം ഏതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്? ഇനി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെയുണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആരൊക്കെയുണ്ട്? അവരുടെ പേര് വിവരങ്ങൾ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഇപ്പോൾ കെ.ടി. ജലീൽ സാഹിബ് അദ്ദേഹത്തിന്റെ ഭാര്യ CPIM-ലേക്ക് വരാൻ തീരുമാനിച്ചു, പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നു. നല്ല കാര്യം. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ, താങ്കൾക്ക് ഉന്നതങ്ങളിൽ എത്താൻ കഴിയട്ടെ, താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ വിശ്വാസം തുറന്നു പറഞ്ഞ് കൃത്യമായി നോമ്പും നമസ്കാരവും ഒക്കെ, അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പോകുന്ന ആളുകൾ, ചർച്ചിലുമൊക്കെ പോകുന്ന ആളുകൾ, അവരൊക്കെ ഏതുവരെ ഈ പാർട്ടിയുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അക്കാര്യം കൂടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
ജലീൽ സാഹിബ് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ ഒരു കുറിപ്പ് കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉന്നതങ്ങളിലെത്തിയ ആളുകളെ കുറിച്ചാവട്ടെ ആ കുറിപ്പിൽ താങ്കൾ അവരുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേതാക്കന്മാരുടെ പേര് വിവരങ്ങൾ ഞാൻ പറഞ്ഞു. ആ പേരുകാരായിട്ടുള്ള ആളുകൾ അവർ ഏതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നുകൂടെ വളരെ കൃത്യമായി പറയാൻ താങ്കൾക്ക് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് മറ്റ് ഇറാനും ചൈനയും റഷ്യയും ഒക്കെ കൈകോർത്ത് നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. അതല്ലേ നല്ലത്. അങ്ങനെ താങ്കൾ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.